എൻ ശ്രീകുമാർ, ഈ ടീം കോൺഗ്രസ് അങ്ങനെയാണല്ലോ പ്രതിപക്ഷ നേതാവ് വിശേഷിപ്പിക്കുന്നത്. അതിനകത്തൊരു ഒത്തൊരുമയുടെ, ഒരേ ശബ്ദത്തിൻ്റെ, ഒരേ നിലപാടിൻ്റെ നേതൃത്വം എന്നാണ് അദ്ദേഹം അതിലൂടെ ആഗ്രഹിക്കുന്നത്. ടീം. പക്ഷേ വസ്തുത അതാണോ? ഇപ്പോൾ രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും മാത്രമായിട്ടുണ്ടായ ഇന്നത്തെ ഈ വിഷയത്തിൽ മാത്രം ഒതുങ്ങണ്ട. കഴിഞ്ഞ ദിവസം MP-മാർ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈ പിക്ചറിലേ ഇല്ലാത്ത ഒരു വിഷയം ആരാണ് എടുത്തിട്ടത്? അതേ തുടർന്ന് അതിനോട് പ്രതികരിച്ച ആളുകൾ വളരെ പരസ്യമായി തന്നെ പറയാൻ ശ്രമിച്ചത് എന്താണ്? നമുക്കതൊന്ന് കാണാം. കെ മുരളീധരനാണ് ആ ടോപ്പിക് എടുത്തിട്ടത്, ആ രാഷ്ട്രീയ വിഷയമായി അത് പൊതുസമൂഹത്തിലേക്ക് കൊണ്ടുവന്നത്. അതിനോട് KPC പ്രസിഡന്റ് പറഞ്ഞത് എന്താണ്? UDF കൺവീനർ പറഞ്ഞത് എന്താണ്? അത് കണ്ടിട്ട് ഞാൻ താങ്കളിലേക്ക് വരാം. ഉപതെരഞ്ഞെടുപ്പുകൾ ജനം ആഗ്രഹിക്കുന്നില്ല. നമ്മൾ ജനങ്ങളെ അധികമായിട്ട് പരീക്ഷിക്കുന്നത് ശരിയാണ്. ഞാൻ 2-3 ഉപതെരഞ്ഞെടുപ്പുകൾ വരുത്തി വെച്ച ആളാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാനായിട്ട് ഒരിക്കലും ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാക്കില്ല. MP-മാർ മത്സരിക്കേണ്ട എന്നുള്ളതാണ് പാർട്ടിയുടെ ഇതുവരെയുള്ള കീഴ്വഴക്കം. ഇതിന് എല്ലാ കാര്യങ്ങൾക്കും എക്സംഷൻ ഉണ്ട്. പക്ഷേ ജനങ്ങളെ ഇങ്ങനെ പരീക്ഷിക്കുന്ന രീതിയോട് എനിക്ക് യോജിപ്പില്ല. MP-മാർക്ക് മത്സരിക്കാൻ പറ്റുന്നതുകൊണ്ടാണല്ലോ MP-മാരായത്. അയോഗ്യത ഉണ്ടെങ്കിൽ അതിന് അയോഗ്യതയൊന്നുമില്ല. അതിനൊരു അയോഗ്യതയില്ല. ഏതെങ്കിലും ഒരു പോസ്റ്റേ പറ്റുള്ളതേ ഉള്ളൂ. ആയില്ല, ഇലക്ഷൻ ആയില്ലല്ലോ. വൈ വി ആർ ഇൻ എ ഹറി? നമ്മൾ എന്തിനാ വലിയ തിരക്ക്? രാഷ്ട്രീയ കാര്യങ്ങൾ, രാഷ്ട്രീയ പ്രാധാന്യമുള്ള വിഷയങ്ങൾ സമയപരിധിക്കകത്തു നിന്നുകൊണ്ട് രാഷ്ട്രീയ കാര്യ സമിതിയിൽ ചർച്ച ചെയ്യും. വി വിൽ ഡിസ്കസ്. ചില ആളുകൾക്ക് വീണ്ടും മത്സരിക്കാൻ, നിയമസഭയിലേക്ക് മത്സരിക്കാനുള്ള അവസരം ഒരുക്കി കൊടുക്കാറുണ്ട്. ഇപ്പോൾ രേവന്ത് റെഡ്ഡി കഴിഞ്ഞ പ്രാവശ്യം എന്നോടൊപ്പം ഇവിടെ പാർലമെൻറ്റ് അംഗമായിരുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഇപ്പോൾ അവിടുത്തെ മുഖ്യമന്ത്രിയായി. MP ആയിരുന്നപ്പോൾ തന്നെയാണ് നിയമസഭയിലേക്ക്, അദ്ദേഹം മാത്രമല്ല മറ്റ് പലരും ഉണ്ട്. അങ്ങനെ ഒരു തീരുമാനം എന്തായാലും എടുക്കേണ്ടത് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയാണ്. ദേശീയ നേതൃത്വമാണ് ഇത്തരം കാര്യങ്ങൾക്ക് തീരുമാനം അന്തിമമായി എടുക്കേണ്ടതായിട്ടുള്ളത്. എൻ ശ്രീകുമാർ, ഇതിനാരെ പഴിക്കും? അനവസരത്തിൽ എന്ന് തന്നെ വേണമെങ്കിൽ പറഞ്ഞുകൂടെ? ഇതുപോലൊരു ഘട്ടത്തിൽ ചർച്ച ചെയ്യേണ്ടാത്ത വിഷയങ്ങൾ പോലും എടുത്തിട്ട് നേതാക്കൾക്ക് ഭിന്ന നിലപാടുകൾ, അല്ലെങ്കിൽ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ചില ആളുകൾ മത്സരിക്കരുത് എന്ന് ആഗ്രഹിക്കുന്നവർ, അങ്ങനെ ആഗ്രഹമുണ്ടെങ്കിൽ അത് അനുവദിക്കില്ല എന്ന് പരസ്യമായി അതിനെ ഡിഫെൻഡ് ചെയ്യാൻ മറ്റു ചില നേതാക്കൾ. ഇവരാരും നിസ്സാരക്കാരായ ആളുകളല്ല. മുൻ KPCC പ്രസിഡന്റ്, KPCC പ്രസിഡന്റ്, UDF കൺവീനർ, ഇതെല്ലാം ജനങ്ങൾ കേൾക്കുകയല്ലേ? അതുകൊണ്ടാണ് ഈ ടീം കോൺഗ്രസിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് ചർച്ചയാവുന്നത്. അതിനെന്താണ് താങ്കളുടെ മറുപടി? ഒന്നാമത്തേരും ടീം കോൺഗ്രസ് അല്ല, ടീം UDF ആണ്. ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പറഞ്ഞാണ് ടീം UDF. അതിൽ UDF ചെയർമാനും മറ്റുള്ളവർക്ക് അത് നിൽക്കട്ടെ. പിന്നെ ഒരു ഉപതെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് അല്ല, ടീം കോൺഗ്രസ് KPCC അല്ലേ? എല്ലാവരും KPCC അല്ല. അതിൽ പല അഭിപ്രായമാണ്. ഒറ്റ ടീമേ ഉള്ളൂ, വേറെ ടീമൊന്നുമില്ല. ഇത് ഇലക്ഷന് വേണ്ടി ടീം ഒരുമിച്ച് അല്ല. എൻ്റെ ശരത്തെ ഇന്ന് AK ബാലൻ ഇന്നലെ പറഞ്ഞത് നമ്മൾ കേട്ടല്ലോ ഇല്ലേ? ഒരു ഉപതെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ തോറ്റപ്പോൾ CPM-ലെ നേതാക്കൾ പരസ്പരം പറയുന്നത് നമ്മൾ കേട്ടില്ലേ? സുധാകരൻ പറയുന്നത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയല്ലേ? ഇതൊക്കെ എല്ലാ പാർട്ടിയിലും കോൺഗ്രസ് ടീം. അങ്ങനെയല്ല. ഇതെന്താണ് സാർ ഇതിനകത്ത്? ഇപ്പോൾ AK ബാലനും സുധാകരനും ഒന്നും പറഞ്ഞത് വ്യത്യസ്തമായ കാഴ്ചപ്പാടില്ല. അവരുടെ അഭിപ്രായങ്ങൾ ഒരേ തരത്തിൽ നിന്നുകൊണ്ടാണ്. ഇവിടെ കെ മുരളീധരൻ പറഞ്ഞത് എന്താണ്? MP-മാർ മത്സരിക്കരുത്. അപ്പോൾ KPCC പ്രസിഡന്റ് അതിനെ അപ്പോൾ തന്നെ വീറ്റോ ചെയ്യുന്നു. UDF കൺവീനർ MP കൂടിയായ അടൂർ. ഇതെങ്ങനെയാണ്? വ്യത്യസ്ത അഭിപ്രായങ്ങൾ അതൊരു ഇഷ്യൂ പോലും അല്ലാത്ത സമയത്ത് എടുത്തിടുന്നതിൻ്റെ പിന്നിലെ താല്പര്യം എന്താണ്? അതാണ് കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ ഒരു സവിശേഷത. സ്വാഭാവികമല്ലേ അത് ചർച്ചയാവുക എന്നുള്ളത്. ശരത്തെ, നമുക്ക് ഈ നേതാക്കളോട് പത്രസമ്മേളനത്തിൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന വെച്ചുകൊണ്ട് അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ ചോദിച്ചിരുന്ന ഒരു പ്രയോജനമില്ല. ഞാൻ ഉള്ള നല്ല രാഷ്ട്രീയം പറയട്ടെ. അതായത് ഞാൻ നേരത്തെ ഈ കാര്യത്തിൽ ഇപ്പം ചേലക്കര എന്തുകൊണ്ടാണ് ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത്? കാരണം അവിടെ രാധാകൃഷ്ണനെ മത്സരിപ്പിക്കാൻ ആലത്തൂർക്ക് പറഞ്ഞയച്ചു. അതുകൊണ്ട് LDF-നുണ്ടായ നേട്ടം എന്താണ്, കോട്ടം എന്താണ്? നേട്ടം അവർക്ക് സീറ്റ് നിലനിർത്താൻ പറ്റി. കോട്ടം എന്താണ്? 39,000-ൽ നിന്നും 27,000-ത്തെ 12,000-ലേക്ക് കുറഞ്ഞു. 27,000 വോട്ട് പോയി. അപ്പോൾ എന്തുകൊണ്ടാണ് അവിടെ രാധാകൃഷ്ണനെ മാറ്റി എന്നുള്ള ചോദ്യം വന്നാൽ അതിന്റെ പാർട്ടിക്ക് വല്ല ഉത്തരവുണ്ടോ? കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ നേതാക്കളുടെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ അവർക്കിടയിലെ ഭിന്നതയുടെ പ്രകടനമാണോ? ഇതല്ലേ ചോദ്യം.
അത് ഞാൻ കോൺഗ്രസ് രാഷ്ട്രീയം പറയുമ്പോൾ അതിനോട് ചേർന്ന് എല്ലാ രാഷ്ട്രീയം സംസാരിക്കേണ്ടത്. കേരളത്തിലെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഉണ്ടല്ലോ, ഏകപക്ഷീയമായ പ്രതിപക്ഷ രാഷ്ട്രീയം മാത്രമല്ലല്ലോ. UDF ഉണ്ട്, LDF ഉണ്ട്, NDA ഉണ്ട്. അപ്പോൾ എല്ലാം നമുക്ക് ചർച്ച ചെയ്യേണ്ടി വരും. അതാണല്ലോ രാഷ്ട്രീയ ചർച്ച എന്ന് പറയുന്നത്. ഇതിലിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യത്തെ എന്ത് പെട്ടെന്നാണ് ഈ ചാനലിൽ തന്നെ വളച്ചൊടിച്ചത്. ഞാൻ പറഞ്ഞ എന്താണ്, ക്യാപ്റ്റൻ എന്ന പദം കേരളത്തിൽ കൊണ്ടുവന്നത് CPM ആണ്. ആ പദം ഏറ്റുപിടിച്ചത് മാധ്യമങ്ങളാണ്. ആ മാധ്യമങ്ങൾ ഓരോ കാലത്തും ഓരോരുത്തർക്ക് ചാർത്തി കൊടുക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാണ്ട് അത് കോൺഗ്രസ് ഏറ്റെടുത്തു എന്നല്ല പറഞ്ഞത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇവിടെ നമ്മളുടെ ഈ മറ്റേ അരൂർ ഉപതെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞെന്താണ്, ഈ ആധുനിക വർത്തമാനകാല രാഷ്ട്രീയത്തിലെ PR ടീമിനെ കുറിച്ചാണ്. ഈ PR ടീമിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ എല്ലാ രാഷ്ട്രീയ കക്ഷികളെയും നമ്മൾ ചർച്ചയിൽ ഉൾപ്പെടുത്തേണ്ടി വരും. ഇനിയിപ്പോൾ ശരത്ത് ചോദിച്ച ചോദ്യങ്ങളിലൊക്കെ ഇങ്ങനെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ കോൺഗ്രസ് പറഞ്ഞുകൊണ്ട് എന്താ കുഴപ്പമുള്ളത്? ഒരാൾ പറയണം MP ആയിട്ടുള്ള ആളെ മത്സരിപ്പിക്കണം. ശരി, അപ്പോൾ KPC പ്രസിഡന്റിനോട് ചോദിക്കുന്നു, അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പോൾ KPC പ്രസിഡന്റ് ആ ഒരു അഭിപ്രായം പറയുന്നു. പക്ഷേ തീരുമാനം എടുക്കുക ഒരു സമിതിയാണ്, രാഷ്ട്രീയകാര്യ സമിതിയാണ്. ഇത് ഇന്ന് കോൺഗ്രസിലേക്ക് തിരിച്ചു വന്നു. ഇത് നേരെ മറിച്ച് ഇത് CPMലേക്ക് ഇല്ലാതായിരിക്കുന്നു. അത് നമ്മൾ കാണണം. ഇതൊക്കെയാണ് കാര്യങ്ങൾ. നമ്മളെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിന്ന് പഴയ പോലെ അല്ല. കാരണം ഈ സോഷ്യൽ മീഡിയയുടെ രംഗം വന്നപ്പോഴേ നേതാക്കൾക്കിടയിലെ ഭിന്നത പെട്ടെന്ന് തന്നെ പല രൂപത്തിലും പുറത്തു വരും. അതുകൊണ്ടാണ് G. സുധാകരനെ കുറിച്ച് പറഞ്ഞത്. ലാൽകുമാർ, അദ്ദേഹം അവസാനിപ്പിച്ചെങ്കിൽ ഞാനൊരു കാര്യം പറയാം. ഒന്ന് ചുരുക്കി നോക്കൂ, അദ്ദേഹം പറഞ്ഞതിനകത്തൊരു ഫണ്ടമെൻ്റൽ തെറ്റുണ്ട്, ഫണ്ടമെൻ്റൽ ഫ്ലോ ഉണ്ട്. എന്താണെന്നറിയോ? എന്താ, ഞാൻ പെട്ടെന്ന് പറയാം. ഈ പഴയ കാലത്തെ പോലെ അല്ല PR നടക്കുന്നത്. CPMൻ്റെ PR-അനുസരിച്ച് ക്യാപ്റ്റൻ എന്ന് CPMൻ്റെ പിണറായി വിജയനെ വിളിക്കാൻ CPM തീരുമാനിക്കുന്നു. ഐ അക്സെപ്റ്റ് ദാറ്റ് പോയിന്റ്, ബി ദാറ്റ് ആസ് ഇറ്റ് മേ. ഈ VD സതീശനെ ക്യാപ്റ്റൻ എന്ന് വിളിക്കുന്നത് PR വർക്കാണെങ്കിൽ ആ PR വർക്ക് നടത്തേണ്ടത് കോൺഗ്രസ് അല്ലേ, മാധ്യമങ്ങളാണോ? ഈ പറഞ്ഞ PR, അതാണ് അവിടുത്തെ പ്രശ്നം. PR വർക്ക് നടത്തേണ്ടത് ആരാ? എനിക്ക് വേണ്ടിയിട്ടുള്ള PR നടത്തേണ്ടത്, പിണറായി വിജയന് വേണ്ടിയിട്ടുള്ള PR വർക്ക് നടത്തേണ്ടത് മാധ്യമങ്ങളാണോ? VD സതീശന് വേണ്ടിയിട്ടുള്ള PR വർക്ക് നടത്തേണ്ട മാധ്യമങ്ങളാണോ? അല്ലല്ലോ. ആ PR വർക്ക് നടത്തേണ്ടത് കോൺഗ്രസ് ആണ്. അപ്പൊ കോൺഗ്രസിനകത്ത് കോൺഗ്രസ് CPMനകത്താണെങ്കിൽ ഏകീകരിച്ച് ക്യാപ്റ്റൻ എന്നുള്ള ഒരു പൊസിഷനിലേക്ക് വന്നെങ്കിൽ കോൺഗ്രസിനകത്ത് സതീശൻ തന്നെ വിളിക്കാൻ മാധ്യമങ്ങളെ കൊണ്ട് പറയിപ്പിച്ചു എന്നേ പറയുന്നുള്ളൂ. അത് PR വർക്ക് ആണെങ്കിൽ എങ്ങനെ എവിടെ തുടങ്ങുന്നു എന്നൊരു ചോദ്യമുണ്ട്. ആ ചോദ്യം പ്രസക്തമായ ചോദ്യമാണ്. ഇപ്പൊ VD സതീശനെ ക്യാപ്റ്റൻ എന്ന് വിളിച്ചിട്ട് മാധ്യമങ്ങൾക്ക് എന്ത് PR കിട്ടുന്നത്? എന്ത് ബെനിഫിറ്റ് അതിനകത്ത് കിട്ടുന്നത്? അതിന്റെ ബൂസ്റ്റ് കിട്ടുന്നത് VD സതീശനല്ലേ? ആ VD സതീശൻ ബൂസ്റ്റ് കിട്ടാനായിട്ട് മാധ്യമങ്ങൾക്ക് എന്താ ഇത്ര താല്പര്യം? ആ താല്പര്യമാണ് ഇവിടുത്തെ പ്രശ്നം. ഇത്രേ ഉള്ളൂ. കറക്റ്റാണ്. ശ്രീമാറിയേട്ടൻ പറഞ്ഞെടുത്ത് തന്നെ ആ പോയിന്റ്. മാധ്യമങ്ങൾക്ക് ഒരു സുപ്രഭാതത്തിൽ തോന്നുകയാണ് VD സതീശനെ നാളെ തൊട്ട് ക്യാപ്റ്റൻ എന്ന് വിളിക്കണമെന്ന്. അത് ഈ പറഞ്ഞ പോലെ, ഈ പറയുന്ന ഋഷി വര്യന്മാർക്ക് കിട്ടിയ പോലെ ഒരു ഉത്ബോധം കിട്ടി ആ നാളെ തൊട്ടൊന്ന് വിളിച്ചേക്കാന്ന് വിചാരിച്ചതല്ലാന്നേ ഞാൻ പറഞ്ഞുള്ളൂ. പക്ഷേ പിണറായി വിജയനെ വിളിക്കാൻ നേരത്ത് നമുക്ക് കൃത്യമായ ബോധ്യമുണ്ട് ഇദ്ദേഹത്തെ നമ്മൾ വിളിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാരമ്പര്യത്തിനെതിരോ അല്ലയോ എന്നുള്ളത് വേറൊരു ചർച്ചാ വിഷയമാണ്. ഈ പറയുന്നത് എവിടെ തുടങ്ങുന്നു എന്നുള്ളതാണ് ചോദ്യം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മാധ്യമങ്ങൾ കുറെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മാധ്യമങ്ങൾ കുറെ നാളായി VD സതീശൻ പറഞ്ഞിട്ടാണ് ഇത് വിളിക്കുന്നത്. കോൺഗ്രസ് പറഞ്ഞിട്ടല്ല പറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞത്, ഞാൻ മനസ്സിലാക്കുന്നത് ശ്രീകുമാറിന് അതിലൊരു വിയോജിപ്പുണ്ടെന്നു. വളരെ ചുരുക്കത്തിൽ റെസ്പോൺസ് ഉണ്ടെങ്കിലാകാം ശ്രീകുമാർ, ഇടവേളയിലേക്ക് പോകും മുമ്പ്. അല്ല ഒറ്റ കാര്യമേ ഉള്ളൂ. അതായത് VD സതീശനെ ക്യാപ്റ്റൻ എന്ന് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ജയിച്ചപ്പോൾ മാതൃഭൂമിയെ വിളിച്ച് ചോദിക്കേ, ക്യാപ്റ്റൻ എന്ന് എന്തിനാ എഴുതിയെന്ന് ചോദിക്കേ. അതിപ്പോൾ നമ്മളെന്ത് ചെയ്യാനാ? മാതൃഭൂമി പത്രം എഴുതി ക്യാപ്റ്റൻ സതീശൻ, അവരെ വിളിച്ച് ചോദിക്കാം നിങ്ങൾ ചെയ്ത തെറ്റാണ്, ക്യാപ്റ്റൻ പദവി ഞങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടാണ്. അങ്ങനെ എഴുതിപ്പിക്കുന്നതാണ് മാതൃഭൂമിയെ കൊണ്ട്, അങ്ങനെ എഴുതിപ്പിക്കുന്നതാണ് ലാല് പറഞ്ഞത്. മാധ്യമങ്ങളെ കൊണ്ട് അങ്ങനെ എഴുതിപ്പിക്കുന്നു, മാധ്യമങ്ങളെ കൊണ്ട് അങ്ങനെ എഴുതിപ്പിക്കുന്നു എന്നാണ് ലാല് ആൾക്കാർക്കെല്ലാം മനസ്സിലായി. നല്ല കണ്ടുപിടുത്തമുണ്ട്. മലയാള മനോരമയല്ല മാതൃഭൂമിയാണെന്ന്. ലാലിന് വീണ്ടും ഒരു പന്ത് കാലിലേക്ക് വന്നിട്ടുണ്ട്. മലയാള മനോരമയല്ല മാതൃഭൂമിയാണ്. അതിലൊരു വ്യത്യാസം ഉണ്ടെന്നാണ്. മനോരമ ആയിരുന്നെങ്കിൽ അദ്ദേഹം വിശ്വസിച്ചേനെ, മലയാളം മാതൃഭൂമി ആയതുകൊണ്ട്. വേഗം
വേഗം പറഞ്ഞിട്ട്. അതെ. നോക്കൂ ശരത്തെ, അല്ല ഇതിനകത്ത് നോക്കൂ ശ്രീമാരിയുടെ കോൺവെർസേഷൻ അതായത് ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ, അല്ല ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ. അതായത് നിങ്ങൾ ഒരു മിനിറ്റ്, കൈരളി മലയാള മനോരമയെ പറയുന്നത് UDF പത്രം എന്നാ, CPM എഴുതുന്നത് UDF പത്രം എന്നാ, മാതൃഭൂമി UDF പത്രം നിങ്ങൾ എഴുതിയിട്ടില്ല. അല്ല ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞ കേക്ക് ഒരു മിനിറ്റ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ മാതൃഭൂമിയാണ് ക്യാപ്റ്റൻ എഴുതിയത്. നിങ്ങൾ മാതൃഭൂമിയോട് ചോദിക്കുക, നിങ്ങൾ എന്തിനാ VD സതീശന്റെ നിങ്ങൾ ക്യാപ്റ്റൻ ഇത്രയും സമയം എടുക്കാതെ വളരെ വേഗത്തിൽ ഒരു മറുപടി എന്ന് വിളിച്ചു പറഞ്ഞാൽ ഇത്രയും സമയം എടുക്കാതെ ഒരു മറുപടി. എനിക്ക് ഇടവേളയിലേക്ക് പോകണം. വേഗം വേഗം വേഗം. മറുപടിയൊന്നുമില്ല. ശ്രീകുമാരേട്ടൻ പറഞ്ഞതും ഞാൻ പറഞ്ഞതും ഒന്ന് തന്നെയാണ്. എനിക്ക് അതിനകത്ത് തർക്കമില്ല. ശ്രീകുമാരേട്ടൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് ഒന്ന് തന്നെയാണ്. ഞാനത് പൂർണ്ണമായി ഞാൻ പറഞ്ഞത് അംഗീകരിച്ചു. മാതൃഭൂമി എന്തിനെഴുതിയാന്നുള്ളതാണല്ലോ പ്രശ്നം. അതിനുള്ള കാരണം ഞാൻ ജനങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്.